ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത അത്യപൂർവമായ ഒരു നീക്കത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച് നടപടികളുമായി ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുമ്പോൾ അത് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇതിനായുള്ള നോട്ടീസിൽ രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഉൾപ്പെടെ 193 എംപിമാരാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിൽ ലോക്സഭയിൽ നിന്നുള്ള 130 അംഗങ്ങളും രാജ്യസഭയിലെ 63 അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ചട്ടപ്രകാരം ഒരു അവിശ്വാസ പ്രമേയത്തിന് സാധുതയുണ്ടാകാൻ ലോക്സഭയിൽ 100 പേരുടെയും രാജ്യസഭയിൽ 50 പേരുടെയും പിന്തുണ മതിയെന്നിരിക്കെ അതിലും വലിയൊരു ഭൂരിപക്ഷത്തോടെയാണ് പ്രതിപക്ഷം ഈ നീക്കത്തിന് ഒരുങ്ങുന്നത്. ഔദ്യോഗിക പദവിയിലിരുന്നുള്ള പക്ഷപാതപരമായ പെരുമാറ്റം, തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിലെ തടസ്സം, വോട്ടർമാരിലെ വോട്ടർ പട്ടികയിൽ നിന്നുള്ള കൂട്ടത്തോടെ ഒഴിവാക്കൽ തുടങ്ങി ഗൗരവകരമായ 7 ആരോപണങ്ങളാണ് കമ്മീഷണർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിമർശനമാണ് ഈ നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയത്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പുറമെ ഔദ്യോഗികമായി മുന്നണിയുടെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയും ഈ ഇംപീച്ച്മെന്റ് നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന് സമാനമായ സങ്കീർണമായ നടപടികളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാനും പിന്തുടരേണ്ടത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയം അവതരിപ്പിച്ച് പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കിയാൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. നിലവിൽ ഭരണപക്ഷത്തിന് ഇരുസഭകളിലും വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ ഈ നീക്കം ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റുന്നതിനേക്കാൾ ഉപരി കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കൂട്ടുകെട്ടിനെതിരെയുള്ള ശക്തമായ പ്രതീകാത്മക പ്രതിഷേധമാകാനാണ് സാധ്യത. എങ്കിലും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ നോട്ടീസ് എത്തുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇതാദ്യമായാണ്. ഭരണഘടനാപരമായ സ്വയംഭരണാധികാരമുള്ള ഒരു സ്ഥാപനം ഭരണകൂടത്തിന്റെ ആയുധമായി മാറുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ വാദം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറയെയാണ് ബാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുന്ന തർക്കങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നിർണായകമാകും. കേന്ദ്ര സർക്കാരിന്റെ തണലിൽ കമ്മീഷൻ നടത്തുന്ന നീക്കങ്ങൾ ഓരോന്നായി തുറന്നുകാട്ടാനാണ് ഈ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്.